ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിയപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോടെയുള്ള ഉണ്ണിയപ്പം നമുക്ക് കഴിച്ചാലോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ണുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം സബ്സ്ക്രൈബ് ആയിട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി കേട്ടോ. പച്ചരി ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ നേരത്തേക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യണതാവും നല്ല. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യണതാവും. അപ്പോൾ നമ്മളൊരു 6-8 മണിക്കൂറിന് ശേഷം നമ്മളെ പച്ചരി ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമണിക്കൂറോളം നമുക്കിങ്ങനെ വെള്ളം വറ്റാൻ വേണ്ടി വെക്കണം. പിന്നീട് ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കും. നമ്മൾ ഈ അരിപ്പൊടിക്ക് ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, ജസ്റ്റ് ഒരു പിഞ്ച് ഇടാൻ പാടില്ല. നമ്മൾ അരിപ്പൊടിയിൽ ഒരു പിട്ടുപൊടിന്റെ രൂപത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുപഴം ഇതുപോലെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചു കൊടുത്തത് ഇട്ട് കൊടുക്കണേ. ഒരു 3 ഗ്ലാസ് അരിക്ക് ഒരു ചെറുപഴം തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കേട്ടോ, ജസ്റ്റ് ഒരു നുള്ള്. നമ്മൾ ഓൾറെഡി പഴം ഇട്ടുകൊണ്ട് ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യം വരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ശർക്കര പാവ് ഒന്ന് അരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരിച്ചിട്ട് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ. ലേശം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഈ ശർക്കര പാവ് കൂടി പോകരുത് കേട്ടോ. നമ്മൾ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു പിടി തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ ഈ ശർക്കര പാവ് ഒഴിക്കുമ്പോഴേ ഒരു ഇളം ചൂടിലാണ് ശർക്കര പാവ് ഒഴിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ ചൂട് കൂടിപ്പോയാൽ നമ്മൾ ഈ മാവില്ല, നമ്മൾ ഈ പൊടി വെന്തു പോവും. അല്ലെങ്കിൽ ചൂട് കുറഞ്ഞാലും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ഇളം ചൂടിലാണ് നമ്മൾ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ മാവ് ഒരു 5-6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് നോക്കുമ്പോൾ മാവ് കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് ലേശം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എല്ലാത്തിലും നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയ്ക്കൊപ്പം അല്പം നെയ്യും കൂടി നമുക്ക് ഓരോന്നിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇടണമെന്നില്ല, ഓപ്ഷനിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യും കൂടി ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചട്ടി നന്നായിട്ട് എണ്ണയും നെയ്യും ഒക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവില്ലേ അതിന് കുറച്ചെടുത്ത് നമുക്ക് ഓരോരോ ഇതുപോലെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉണ്ണിയപ്പം ആവുന്നതനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം വാങ്ങിയെടുക്കാം. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ചൂടോടെല്ലാം നല്ല ടേസ്റ്റി ആയ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, കുറച്ച് സമയം എടുക്കും, എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.